ഹലോ എവരി വൺ, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ഒരു പോസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അലൈഡ് ബ്രാഞ്ചിലുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഓൾറെഡി അപ്ലൈ ചെയ്തതായിരിക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് 3 ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിന്റെ എക്സാം വരാൻ പോവുകയാണ്. അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് കാറ്റഗറി നമ്പർ 656/2023. ഈ ഒരു എക്സാമിന്റെ കൺഫർമേഷൻ ഡേറ്റ് ഒക്കെ ഓൾറെഡി അവസാനിച്ചതാണ്. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഡിക്കൽ ഇലക്ട്രോണിക്സിന്റെ കൺഫർമേഷൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ കൺസ്യൂമർ ഇലക്ട്രോണിക്സിന്റെ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. അതിന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടില്ല. നമ്മൾ ഉടനെ തന്നെ അതിന്റെ കൺഫർമേഷൻ ഡേറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും കാറ്റഗറി നമ്പർ വരുന്നത് ഇലക്ട്രോണിക് മെക്കാനിക് 656/2023, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് 670/2023, അതുപോലെ തന്നെ മെഡിക്കൽ ഇലക്ട്രോണിക്സ് 649/2023. ഇങ്ങനെ 3 കാറ്റഗറി നമ്പറിലാണ് എക്സാംസ് വിളിച്ചിരിക്കുന്നത്. അപ്പോ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 28/11/2024 ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ എക്സാം ഡേറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 3 വീക്ക് കഴിഞ്ഞിട്ടാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ മെഡിക്കൽ ഇലക്ട്രോണിക്സിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് December 16, 2024 ആണ്. അപ്പൊ നമുക്കൊരു 3 വീക്സിന്റെ ഗ്യാപ്പ് ശരിക്കും ഈ 2 എക്സാംസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ ഇലക്ട്രോണിക്സിന്റെ കൺഫർമേഷൻ വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഈ വീക്ക് അല്ലെങ്കിൽ അടുത്ത വീക്കായിട്ട് അതിന്റെ കൺഫർമേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഏകദേശം എക്സാം ഡേറ്റ് വരാൻ സാധ്യതയുള്ളത് January 2025. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മന്തുകളായിട്ട് 3 ഇമ്പോർട്ടന്റ് എക്സാംസ് നടക്കാൻ പോവാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ. അപ്പോ ഇലക്ട്രോണിക് മെക്കാനിക്കിന് ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് 8680 ആണ്. 8680. ആകെ 8680 സ്റ്റുഡൻസെ ഇലക്ട്രോണിക് മെക്കാനിക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മെഡിക്കൽ ഇലക്ട്രോണിക്സ് ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കൻസീസ് 5600. 5600 സ്റ്റുഡൻസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. കൺസ്യൂമർ ഇലക്ട്രോണിക്സിന്റെ കൺഫർമേഷൻ അറിഞ്ഞാലേ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് മനസ്സിലാവുള്ളൂ. അത് യെറ്റ് ടു ബി അനൗൺസ്ഡ് ആണ്. അപ്പോ ടോട്ടലി ഇലക്ട്രോണിക് മെക്കാനിക്, അതുപോലെ തന്നെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, മെഡിക്കൽ ഇലക്ട്രോണിക്സ്, ഇങ്ങനെ 3 ട്രേഡുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, 3 എക്സാംസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇത് ഇനി നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നത് മെഡിക്കൽ ഇലക്ട്രോണിക്സ് ആണ്. മെഡിക്കൽ ഇലക്ട്രോണിക്സിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/10/2024 ആണ്. October 11 വരെ നിങ്ങൾക്ക് ഇതിന്റെ കൺഫർമേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഈ 3 എക്സാംസിനെ കുറിച്ച് പറഞ്ഞു. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്, ജൂനിയർ ഇൻസ്ട്രക്ടർ മെഡിക്കൽ ഇലക്ട്രോണിക്സ്, ജൂനിയർ ഇൻസ്ട്രക്ടർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. ഈ 3 എക്സാമിന് കൂടി കോമൺ ആയിട്ട് നമ്മൾ ഒരു ഒറ്റ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3ഉം കമ്പൈൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അടുത്ത മാസങ്ങളിലായിട്ടാണ് എക്സാം വരുന്നത്. അപ്പോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഈ 3 പരീക്ഷകളെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ബാച്ച് ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ October 1 തൊട്ടാണ് ഈ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 3 കോഴ്സും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 കോഴ്സും കൂടി കോംബോ ആയിട്ട് എടുക്കാം. ഇപ്പൊ മേ ബി ഇതിൽ ഏതെങ്കിലും കാറ്റഗറി നമ്പർ അപ്ലൈ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അവർക്ക് ഇൻഡിവിജ്വലി ഓരോ കോഴ്സുകൾ എടുക്കാം. അപ്പൊ ഓൾറെഡി ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ സിലബസും കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നേ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ ഒരു കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്ഡേറ്റഡ് സിലബസ് വെച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ഏകദേശം ഒരു 900 പേജസോളം വരുന്ന ഒരു വലിയ ബുക്ക്ലെറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ബുക്ക്ലെറ്റ് ആവശ്യമാണെങ്കിൽ നമ്മൾ ബുക്ക്ലെറ്റ് പ്രിന്റ് ചെയ്ത് തരുന്നതാണ്, ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം. അതുപോലെ തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന കോഴ്സിൽ 3 സെപ്പറേറ്റ് ബ്രാഞ്ചിനും സെപ്പറേറ്റ്
മൂന്നും കൂടി കമ്പൈൻ ആയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അത് 3 ബാച്ച് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിന്റെ ബേസിലുള്ള മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഓരോ മന്തും നമ്മൾ മോഡൽ എക്സാംസും കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനും ഒരു സെപ്പറേറ്റ് സെഷൻ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ കോഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഈ 3 കോഴ്സുകൾ നമുക്ക് വളരെ എഫക്റ്റീവ് മാനറിൽ പഠിക്കാം. കാരണം നിങ്ങൾ അതിന്റെ സിലബസ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇലക്ട്രോൺ മെക്കാനിക്കിന്റെ സിലബസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ ടോപ്പിക്സ് കോമൺ ആയിട്ട് കൺസ്യൂമർ ഇലക്ട്രോണിക്സിനും അതുപോലെ തന്നെ മെഡിക്കൽ ഇലക്ട്രോണിക്സിനും വരുന്നുണ്ട്. അപ്പോൾ ഒരു 80% പോർഷൻസ് നമ്മൾ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ ബേസിൽ പഠിച്ചു കഴിഞ്ഞാൽ, കുറച്ച് എക്സ്ട്രാ ടോപ്പിക് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസ്യൂമറിനും പ്രിപ്പയർ ചെയ്യാം, മെഡിക്കൽ ഇലക്ട്രോണിക്സിനും പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമ്മൾ ഓൾറെഡി ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോ നിങ്ങൾ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കോഴ്സുകൾ കമ്പൈൻ ആയിട്ട് എടുക്കാം, ഇൻഡിവിജ്വലി എടുക്കാം. അത് നിങ്ങളുടെ ചോയ്സ് പോലെ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് നടന്ന കുറെ എക്സാംസിന്റെ റിസൾട്ടും കൂടി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാണ്. ഇപ്പോ ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ് ഒരുപാട് പേര് എഴുതി കാണും ഈ എക്സാം. ഈ എക്സാംസിന്റെ മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് ആണ്. ഇതെല്ലാ ശാസ്ത്ര സ്റ്റുഡൻസ് ആണ്. എല്ലാവരും നമ്മുടെ മെറ്റീരിയൽ വെച്ച് പഠിച്ച സ്റ്റുഡൻസ് ആണ്. ഇത്രയും സ്റ്റുഡൻസ് മെയിൻ ലിസ്റ്റ് ഉണ്ട്. ഞാൻ ഓരോരുടെ പേരും എടുത്തു പറയുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ റാങ്ക് സഹിതം കാണാം. അതുപോലെ തന്നെ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സിന്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് 50% സ്റ്റുഡൻസും ശാസ്ത്ര സ്റ്റുഡൻസ് ആണ്. അതിൽ 4 പേർക്കാണ് ഇപ്പൊ അഡ്വൈസ് വന്നിരിക്കുന്നത്. നമ്മുടെ മാത്രം സ്റ്റുഡൻസ് ആണ്. അവർക്ക് 4 പേർക്ക് ഇപ്പൊ തന്നെ അഡ്വൈസ് വന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോ തൊട്ട് മുന്നേ നടന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. നിങ്ങൾ തന്നെ നോക്കുക. ട്രേഡ്സ്മാൻ അന്ന് ജില്ലാ അടിസ്ഥാനത്തിലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ജില്ലാ അടിസ്ഥാനത്തില് പാലക്കാട്, എറണാകുളം, ഇടുക്കി ഈ 3 ജില്ലകളിലും 1ാം റാങ്ക് നമ്മുടെ സ്റ്റുഡൻസിനാണ്. അപ്പോൾ ഈ മെയിൻ ലിസ്റ്റിലുള്ള സ്റ്റുഡൻസിന്റെ അപ് ടു 20 വരെയുള്ള റാങ്കുകൾ മാത്രമേ ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളൂ. ഒരുപാട് സ്റ്റുഡൻസ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ്. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.